കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് താനും ബാലയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള കാരണം എലിസബത്ത് വെളിപ്പെടുത്തിയത്. മാത്രമല്ല, നടനെക്കുറിച്ച് പൊതുസമൂഹത്തിന് അറിയാത്തതും എന്നാൽ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളും എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിടുന്ന വീഡിയോകളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. തന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും ചോര തുപ്പിക്കിടന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനങ്ങളാണ് നേരിട്ടതെന്നുമാണ് അമൃത പറഞ്ഞിരുന്നത്. സോഷ്യൽ മീഡിയയിൽ ബാലയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ യൂട്യൂബറായ അജു അലക്സ് എന്ന ചെകുത്താനെ കുടുക്കാൻ തോക്ക് വിഷയത്തിൽ ബാല ചെയ്ത ചില പ്രവൃത്തികളും നടന്റെ ചില വഴിവിട്ട ബന്ധങ്ങളെയും കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എലിസബത്ത്. അജുവിനെ ഡ്രഗ്സ് കേസിൽ പെടുത്താൻ ബാലയ്ക്ക് പദ്ധതിയുണ്ടായിരുന്നതായും എലിസബത്ത് പറയുന്നു. തന്നെയും അത്തരത്തിലുള്ള കേസുകളിൽ പെടുത്തുമോ എന്ന ഭയത്തോടെയാണ് താൻ എയർപോർട്ടിലൂടെയും മറ്റും യാത്ര ചെയ്യുന്നതെന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ബന്ധങ്ങൾ നടനുണ്ടെന്നും എലിസബത്ത് പറയുന്നു. ചെകുത്താൻ്റെ വീട്ടിൽ പോയി വരുമ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു. എന്താണ് അതിലെന്ന് എനിക്ക് അറിയില്ല. ഇയാൾ വക്കീലിനോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കവറിനുള്ളിൽ വല്ലതും വെച്ചിട്ട് ചെകുത്താൻ എന്ന അജുചേട്ടനെ പെടുത്താനായിരുന്നു ശ്രമിച്ചത്. എന്നാൽ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ എതിർത്ത എനിക്ക് ഭ്രാന്താണെന്ന് വക്കീലിനോട് ഇയാൾ പറഞ്ഞു. മോളെ, റൂമിൽ പോയി ചെന്നിരിക്ക്, ഇവൾ ഇന്ന് മരുന്ന് കഴിച്ചില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. വീട്ടിലെ പ്രായമായ സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റി കഥ കടയ്ക്കും. കാര്യം ചോദിച്ചാൽ താൻ അമ്മയെപ്പോലെ കാണുന്ന ആളുകളാണെന്ന് പറയും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. തോക്കിൻ്റെ വിഷയത്തിൽ അന്വേഷിക്കാൻ പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ എന്നെ റൂമിലിട്ട് ലോക്ക് ചെയ്തിരുന്നു ഇയാൾ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതിയാണ് ലോക്കാക്കി വെച്ചത്. ഈ പ്രശ്നം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ സെപ്പറേറ്റ് ആയത്. ഞങ്ങൾ ഏതാണ്ട് പിരിയുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാകണം ചെകുത്താൻ്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിപ്പോയതും കേസിൽ പെടുത്താൻ ശ്രമിച്ചതും. അതും എനിക്ക് സംശയമുണ്ട്. മിക്ക അഭിമുഖങ്ങളിലും എൻ്റെ ഭാര്യ ഒപ്പമുണ്ടായിരുന്നുവെന്ന് പറയും. അതൊക്കെ ഒരു മറയാണ്. ഇയാളുടെ വീട്ടിൽ വരുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഇടയ്ക്ക് പോലീസ് പിടിച്ചിരുന്നു. സത്യത്തിൽ ഞാനിത് പറഞ്ഞത് എനിക്കും പേടിയുണ്ട്. ഇയാൾ വല്ല ഡ്രഗ്സും വെച്ച് എന്നെയും ഇതുപോലെ പിടിപ്പിക്കുമോ എന്ന്. പുള്ളി ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുന്നതാണ്. അധികം വൈകാതെ അയാൾ പകരം വീട്ടും. ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴാകും എനിക്ക് നേരെയുള്ള അറ്റാക്ക്. ഞാൻ വല്ല വണ്ടിയും ഇടിച്ച് മരിച്ചാൽ പോലും ആളുകൾ അറിയില്ല. പുറകിൽ ഇയാളാകുമെന്നാണ് എലിസബത്ത് പറഞ്ഞത്. ഇതിനോടകം ബാലയ്ക്കെതിരെ എലിസബത്ത് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുവെങ്കിലും നടൻ ഇതുവരെയും ഒന്നിനും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നടന്റെ പക്കലുള്ള വില കൂടിയ ആഡംബര വസ്തുക്കളെക്കുറിച്ച് എലിസബത്ത് നടത്തിയ വെളിപ്പെടുത്തലുകൾ വൈറലായിരുന്നു. ബാല തൻ്റേതെന്ന് പറഞ്ഞ് പ്രദർശിപ്പിച്ച വെർസാസ് സൺഗ്ലാസ് പോലും നടൻ പണം കൊടുത്ത് വാങ്ങിയതല്ലെന്നും പുരാവസ്തു തട്ടിപ്പ് കേസിൽ പിടിയിലായ മോൺസൺ മാവുങ്കലിൻ്റെ വീട്ടിൽ നിന്നും എടുത്തതാണെന്നുമാണ് എലിസബത്ത് വെളിപ്പെടുത്തിയത്. പിന്നാലെ എലിസബത്തിന് മറുപടി എന്ന പോലെ ബാലയും ഒരു വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴത്തെ ഭാര്യ കോകിലയ്ക്കൊപ്പം വിവിധ ബ്രാൻഡുകളുടെ സൺഗ്ലാസുകൾ ധരിച്ചു നിൽക്കുന്ന വീഡിയോയ്ക്കൊപ്പമായിരുന്നു നടന്റെ മറുപടി. പൊയ് സൊല്ലക്കൂടാതെ കാതിലി എന്ന തമിഴ് സോങ്ങും വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി ബാല ചേർത്തിരുന്നു. ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ കൈവിടരുതെന്നാണ് ബാല കുറിച്ചത്. ഒപ്പം താൻ നിരന്തരമായി വാക്കുകളാൽ പീഡിപ്പിക്കപ്പെടുകയാണെന്നും നടൻ കുറിച്ചു. എല്ലാ ദിവസവും രാവിലെ ഞാൻ വാക്കുകളാൽ പീഡിപ്പിക്കപ്പെടുന്നു. എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെ. ആളുകൾക്ക് പോസിറ്റീവായിരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് കൂളറുകളെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. അത് കുഴപ്പമില്ല, കാരണം ഇതിലും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സമയം വരട്ടെ എന്നാണ് ബാല കുറിച്ചത്. വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല കോകിലയെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലയ്ക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് തന്നെ വെളിപ്പെടുത്തിയത്. തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോഴത്തെ ഭാര്യ കോകിലയ്ക്കൊപ്പം തമിഴ്നാട്ടിലാണ് ബാല. അവിടെ വെച്ച് പങ്കുവച്ച വീഡിയോയിൽ കോകിലയുടെ അമ്മയെയും മുത്തശ്ശിയെയും കാണാമായിരുന്നു. ആദ്യമായാണ് കോകിലയുടെ കുടുംബാംഗങ്ങൾ ബാലയുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. തൻ്റെയും കോകിലയുടെയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ജീവിതത്തിനായി കോകിലയുടെ അമ്മ അടുത്തിടെ തിരുപ്പതിയിൽ പോയി തല മുണ്ടനം ചെയ്തിരുന്നുവെന്നും ബാല വീഡിയോയിലൂടെ കാണിച്ചിരുന്നു.